നിക്കണേ ഇവിടെ. ചാടിത്തുടി പോയിട്ട് എന്തായി? നിന്റെ വലിയ കുഞ്ഞിനെ കിട്ടിയോ? എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അവര് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാ. എന്നിട്ട് അന്വേഷണം എവിടെ വരെ എത്തി? അവനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അവനെ കാണാതായിട്ട് ഇന്നാണോ പോലീസ് പരാതിപ്പെട്ടത്? ആരാ പരാതിക്കാരൻ? എനിക്കൊന്നും അറിയില്ല. അതെ, നിനക്കൊന്നും അറിയില്ല. നിനക്കെന്നല്ല, ആർക്കും ഒന്നും അറിയില്ല. തൃച്ചംബരത്ത് പോലീസ് വന്നെങ്കിൽ അതിന്റെ കാരണം എനിക്കറിയാം. കാരണം ഞാൻ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടാ പോലീസ് വന്നത്. ഓ, ചേച്ചിക്കും അനിയനും അറിയില്ലായിരിക്കും അതെന്താണെന്ന്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ പണവും സ്വാധീനമുള്ളവരോട് കളിക്കുമ്പോൾ നീതി കിട്ടാനുള്ളൊരു മാർഗമാണ്. അതേടി, നിന്റെ ഭർത്താവിനെ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്നു. നിനക്കവന് വിട്ട് കിട്ടണമെന്ന് പറഞ്ഞ് സമർപ്പിച്ച റിട്ടാണ്. ഇനി കളി മാറും. അമ്മയോടുള്ള അമിത സ്നേഹം കൊണ്ട് മകൻ കളിച്ചതാണോ, അതോ അമ്മയും മകനും ചേർന്നുകൊണ്ടുള്ള ഒത്തുകളിയാണോ ഇത്? എല്ലാം പോലീസ് ഇപ്പോൾ കണ്ടെത്തും. സത്യം ഞാൻ പുറത്തു കൊണ്ടുവരും. എല്ലാവരുടെയും മുഖം മൂടി ഞാൻ പിച്ചി ചീന്തും. എന്റെ കുഞ്ഞു വീഴ്ത്തിയ കണ്ണീരിന് ഓരോരുത്തരെയും കൊണ്ട് കണക്ക് പറയിക്കും ഞാൻ. ഏതായാലും അവരന്വേഷിക്കട്ടെ. നീ കണ്ണീരൊക്കെ തുടച്ച് നിലവിളക്കും ഒരു ചന്ദനത്തിരിയും കത്തിച്ചു വെക്കും. നിന്റെ ഭർത്താവിനെ എത്രയും വേഗം തിരിച്ചു കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും. നീ സാധനം വാങ്ങാൻ സഞ്ചിയായിട്ട് പോയതല്ലേടാ, അത് വാങ്ങിച്ചോ? പോയിട്ട് വാടാ. ആ പോലീസിനെ കണ്ട് തിരിച്ചോടി വന്നിരിക്കുന്നു. ഇക്കണക്കിന് പോയി നീ എങ്ങനെ കളക്ടറാകും? പോയിട്ട് വാടാ. എന്താടി, നിന്നോട് വീണ്ടും വീണ്ടും പറയണോ? ചെല്ലടി. കൊള്ളാം. തികച്ചും അപ്രതീക്ഷിതവും അവിചാരിതവുമായ മുഹൂർത്തങ്ങൾക്ക് തൃച്ചംബരം സാക്ഷ്യം വഹിക്കുന്നു. ശ്രീനി വിളിച്ചു പറഞ്ഞിട്ടും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമ്പലക്കിളി കഴുകനോട് എതിരിടുകയോ? അങ്കിളെ, അവളൊരു അമ്പലക്കിളിയായിരുന്നുവെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതാ അവളുടെ വിജയത്തിന്റെ ആദ്യ ചവിട്ടുപടി. അവള് തൃച്ചംബരത്തേക്ക് വന്നത് കയ്യിലൊരു ചെമ്പരത്തി ചെടിയുമായിട്ട് മാത്രമായിരുന്നില്ല. നാണയ കിലുക്കങ്ങൾക്ക് കാതോർത്തായിരുന്നു. അതിനവൾ തൃച്ചംബരത്തിന്റെ മുക്കിലും മൂലയിലും കയറാൻ തക്ക വിധത്തിലുള്ള ജോലിയും സമ്പാദിച്ചു. അഖിലാണ്ടേശ്വരിയുടെ മനസ്സിൽ ഇടം പിടിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് ആനന്ദിന്റെ ഹൃദയത്തിലേക്ക് കയറി പറ്റിയവൾ അവളാ. നാലാമത്തെ ചുവടിനായി കാലുയർത്തിയപ്പോ തൃച്ചംബരം അവളുടെ കാൽക്കീഴിലായി കഴിഞ്ഞു. വാമനൻ വാനോളം വളരുമെന്നറിയാതെ പോയ ത്യാഗിയായ മഹാബലിയെ പോലെ പകച്ചു നിൽക്കേണ്ടി വന്നു തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക്. അവസാന ചുവട് വയ്ക്കാൻ അഖിലയ്ക്കിനി ശിരസ് കുനിച്ചു കൊടുക്കല്ലാതെ മറ്റു മാർഗമില്ല. ഒടുവിലിതാ സ്വന്തം മകനെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നുവെന്നും പറഞ്ഞ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരിക്കുക. അപമാനത്തിന്റെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയിരിക്കുന്നു കല്യാണി. ആനയും അമ്പാരിയും ഉണ്ടായിരുന്നിട്ട് പോലും ഒരു വേലക്കാരി പെണ്ണിന്റെ കരുനീക്കം കണ്ടുപിടിക്കാനായില്ലല്ലോ ആർക്കും.
ആ എത്തിയല്ലോ ശകുനിയുടെ തന്ത്രമറിയാവുന്ന ആള്. എന്താ ആന്റി, അവളെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു അല്ലേ? അയ്യോ പ്രിയങ്ക അതെങ്ങനെ? ശ്രീനി വിളിച്ചിരുന്നു. പ്രിയങ്ക അവൾക്കറിയാം ആനയെ പിടിച്ചു നിർത്താൻ മൂക്കുകാരല്ല വേണ്ടതെന്ന്. പെട്ടില്ലേ എല്ലാം. മുറിവേറ്റ പെൺമനസ്സിന്റെ പ്രതികാരോ ഇതൊക്കെ. പക്ഷേ അവിടെ നിങ്ങളെയൊക്കെ നോക്കുകുത്തിയാക്കി മാറ്റി എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്റെ അത്ഭുതവും സംശയവും അതൊന്നും അല്ല പ്രിയങ്ക. അന്ന് സ്റ്റേ ഓർഡർ കരസ്ഥമാക്കാൻ കോടതിയെ സമീപിച്ചത് അവളുടെ ബുദ്ധിയൊന്നും ആയിരുന്നില്ല. അവൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അരവിന്ദും നന്ദനയും ചേർന്ന് അത് ചെയ്യിച്ചത്. അതുപോലെ ഒരു ഹേബിയസ് കോർപ്പസ് റിട്ട് കൊടുക്കാനൊന്നും അവൾക്കറിയില്ല. അഖിലയ്ക്കെതിരെ ആയതുകൊണ്ട് അരവിന്ദോ നന്ദനയോ ഇതിന് പിന്നിലുണ്ടാവാൻ ഒരു സാധ്യതയും ഇല്ല. പിന്നെ ആര്? ഇനി മറഞ്ഞിരിക്കുന്ന ആനന്ദ് തന്നെയാണോ ഇതിന് പിന്നിലെന്നായി എന്റെ സംശയം. ആന്റി പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. അതെ, എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരി പുറക്കാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ഇപ്പോ തൃച്ചംബരം ഒരു കുരുക്ഷേത്ര കളമാ. വിലാസിനയുടെ അസാന്നിധ്യം അവിടെ ശ്രദ്ധിക്കപ്പെടും. ഇക്കാര്യം ഫോണിലൂടെ പറഞ്ഞാൽ മതിയായിരുന്നു. ആ സംശയം ചിലപ്പോ വഴിതെളിക്കുന്നത് പ്രിയങ്കരേക്കായിരിക്കും. അയ്യോ, അതുകൊണ്ട് തൃച്ചംബരത്തിലേക്ക് വൈകാതെ മടങ്ങാൻ നോക്ക്. പ്രിയങ്കേ. അതെ ആന്റി, അങ്കിള് പറഞ്ഞതാ അതിന്റെ ശരി. അഖിലയുമായി നല്ലൊരു ബന്ധമാണ് ആന്റിക്കുള്ളത്. ആന്റിയുടെ പ്രസൻസ് അഖില ആഗ്രഹിക്കുന്നുണ്ടാവും. അത് ഗുണം ചെയ്യുന്നത് നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് ആന്റി വേഗം തിരിച്ചു പോകാൻ നോക്ക്. ആ ശരി പ്രിയങ്കേ, ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. എന്നാ പിന്നെ ഞാൻ വിളിക്കാം. മനസ്സുപതറിയ യോദ്ധാവിൽ നിന്നും ആയുധം അടർത്തി മാറ്റുകയാണ് ഉചിതം. ആയുധം കയ്യിലേന്തിയവൻ മാത്രമല്ല അങ്കിളെ യുദ്ധം ജയിച്ചിട്ടുള്ളത്. അറിയാം അറിയാം പ്രിയങ്കേ. എന്താ അഖില, നീ ഇന്നും ആഹാരമൊന്നും കഴിച്ചില്ലേ? നീ ആരെ തോപ്പിക്കാനായി ഉപവാസം? എന്നെയോ? അതോ മകനെ കാണാനില്ലാത്തതിൽ അതീവ ദുഃഖത്തിലാണെന്ന് ബോധ്യപ്പെടുത്തലോ? ഞാൻ എന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായി കോടതി കയറി. എല്ലാവരും കൂടി എന്നെ കോടതി വരെ എത്തിച്ചില്ലേ? അഖില, മകനെ കാണാതായതിൽ ദുഃഖം എന്നെക്കാളേറെ ഒരമ്മയെന്ന നിലയിൽ നീയാണ് അനുഭവിക്കുന്നതെന്ന് അറിയാഞ്ഞതുകൊണ്ടല്ല. എവിടെയൊക്കെയോ തെറ്റുപറ്റിപ്പോയി. വൈകിയെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടായല്ലോ. മക്കളുടെ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുകയല്ല, തിരുത്തുകയാണ് വേണ്ടതെന്ന് ബോധ്യപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ. കഷ്ടം. പഴങ്കഥകളുടെ കെട്ടഴിച്ചതല്ല ഞാൻ. മകന്റെ ഇഷ്ടങ്ങൾക്കൊത്ത് നിൽക്കേണ്ടി വന്നതിന് ഈ നിമിഷം വരെ ഒരു കുറ്റബോധവുമില്ല ഈ അച്ഛന്. ഞാൻ ഉദ്ദേശിച്ചത്, മകനെ കാണാതായിട്ട് ഇത്ര നാളായിട്ടും ഞാനോ നീയോ ഒരു പരാതി കൊടുത്തില്ല പോലീസിൽ. ആ ഡിവൈഎസ്പി ചോദ്യം ചോദിച്ചപ്പോ കൃഷ്ണേട്ട അയാള്. അതെ, അറിയാം. അയാള് പഴയ പകപോക്കെയാണെന്നറിയാം. എന്നാലും അയാളുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടിപ്പോയി ഞാൻ കുറച്ചു നേരം. അവൻ ഒരു നിമിഷമൊന്ന് വൈകിയാൽ തൃച്ചംബരത്തിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി അവൻ വരുന്ന വഴിയിലേക്ക് നോക്കി നിൽക്കുന്നവളായിരുന്നു നീ. അവനെ ഒന്ന് വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ ഒരു 100 വേവലാതികൾ പങ്കുവെക്കുന്നവൾ. അങ്ങനെയുള്ള നീ പോലീസിൽ പരാതിപ്പെടാൻ മറന്നതോ അതോ? കൃഷ്ണേട്ടാ. അതെ,
സംശയമാ എനിക്ക് എല്ലാവരെയും. സ്വന്തം മകനെ കാണാനില്ലെന്ന് ഹേബിയസ് കോർപ്പസ് കൊടുക്കാനുള്ളത് മറ്റാരുമല്ല, നമ്മളായിരുന്നു. ഇനിയിപ്പോ പരാതിക്ക് പകരം ഉത്തരം കൊടുക്കേണ്ടി വരും നമുക്ക്. മോനെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടത് ശിവരാമകൃഷ്ണനല്ല, നീയാണ്. കോടതിയിൽ മൗനത്തിന് പ്രസക്തിയില്ല. മൗനം ചിലപ്പോൾ കുറ്റസമ്മതമായി വ്യാഖ്യാനിച്ചേക്കാം. അതെ അഖില, മകൻ എവിടെയാണെന്ന ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് കോടതിയിൽ മറുപടി പറയേണ്ടി വരും നിനക്ക്. ഉറപ്പ്. അനികുട്ടാ, ഓപ്പോളമ്മ എവിടെ പോയതാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ലേച്ചി, എവിടെ പോയാലും വരാതിരുന്നാ മതിയായിരുന്നു. അനികുട്ടാ, ഇങ്ങനൊന്നും പറയരുത്. ഒരർത്ഥത്തില് ഓപ്പോളമ്മ എവിടെ ഉള്ളത് നമുക്കൊരാശ്വാസമാണ്. പിന്നെ വലിയ ആശ്വാസമല്ലേ? മനുഷ്യന് നേരെ ചൊവ്വെ ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല. മതി, വലിയ വർത്താനൊന്നും പറയാതെ പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ചെല്ല്. കല്യാണി, കല്യാണി. അനികുഞ്ഞോ, കേറി വാ. ഇന്നലെ തൃച്ചംബരത്ത് ഡിവൈഎസ്പി സംഘവും മാൻ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് എൻക്വയറിക്ക് വന്നിരുന്നു. കല്യാണി അറിഞ്ഞിട്ടുണ്ടാവും. ഞാനവിടെ വന്നിരുന്നു, പക്ഷേ പോലീസ് എന്നെ അകത്തേക്ക് കയറ്റിവിട്ടില്ല. അത് ശരിയാ. റെയ്ഡോ എൻക്വയറി നടത്തുമ്പോൾ പുറമേ നിന്നുള്ള ഒരാളെ അകത്തേക്ക് കടത്തിവിടില്ല. അല്ല, കല്യാണി തൃച്ചംബരത്തെ മൂത്ത മരുമകളാന്ന് പറയായിരുന്നില്ലേ? എന്താ നീങ്ങുഞ്ഞേ സംസാരത്തിലൊക്കെ ഒരു പുതുമ? പുതുമകൾ കാണുമ്പോഴും അറിയുമ്പോഴും സംസാരം മാത്രമല്ല, ചിലപ്പോ സ്വഭാവം വരെ മാറിപ്പോ. അനിയങ്ങുഞ്ഞെന്തോ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്നത് പോലെ. കല്യാണി എന്റെ ഏട്ടത്തിയമ്മയാ, തൃച്ചംബരത്തെ മൂത്ത മരുമകള്. അതിനുപരി എന്റെ എല്ലാമായ ബ്രോയുടെ ഭാര്യ. ഞാനും എന്റെ ബ്രോയും രണ്ട് ശരീരങ്ങളാണെങ്കിലും ഒരു ഹൃദയം കൊണ്ട് ജീവിക്കുന്നവരാ. കല്യാണി എന്റെ ബ്രോയുടെ ഭാര്യയാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഞാനാ. എല്ലാ കാര്യങ്ങൾക്കും ഞാനും എന്റെ നന്ദനും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ കല്യാണിക്ക് വേണ്ടി വാദിക്കുകയും എന്റെ അമ്മയുടെ ശത്രു കൂടി ആവേണ്ടി വന്ന ഒരാളാ ഞാൻ. ഇതൊക്കെ ഇപ്പൊ പറയാൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി വിഷയങ്ങളിലേക്ക് വന്ന പറയാൻ പോകുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാര്യം തുറന്നു പറയാൻ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. ഞാൻ പറയട്ടെ. അമ്മ ഞങ്ങൾ രണ്ടുപേരെ പ്രസവിച്ചിട്ടുള്ളൂ എങ്കിലും ഒരു മകളെ കൂടി കുറച്ചു കാലമായിട്ട് അമ്മ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവളുടെ പേരായിരുന്നു കല്യാണി. അമ്മയ്ക്ക് ഞങ്ങളെക്കാൾ ഇഷ്ടമായിരുന്നു കല്യാണിയോട്. കല്യാണിയില്ലാത്ത പുലർക്കാലങ്ങളും ത്രിസന്ധികളും ഇല്ലായിരുന്നു തൃച്ചംബരത്ത്. കല്യാണിയില്ലാത്ത സന്തോഷങ്ങളും കൂടിച്ചേരലുകളും ഇല്ലായിരുന്നു. അവിടെയൊന്നും ഒരു വേലക്കാരിയുടെ മുഖമോ ആയിരുന്നില്ല കല്യാണിക്ക്. പകരം ഒരു കുടുംബാംഗത്തിന്റെ നിറവായിരുന്നു. പെൺമക്കളെ ശാസിച്ച് വളർത്തുന്ന ഒരു അമ്മയെ പോലെ ഒരമ്മയുടെ കരുതലും തലോടലും ഉണ്ടായിരുന്നു കല്യാണിക്ക്. ഒരുപക്ഷെ എന്റെ അമ്മ കണി കാണാൻ ഇഷ്ടപ്പെട്ടതുവരെ കല്യാണിയാണ്. കല്യാണിക്കറിയോ, അമ്മ കല്യാണി ജീവനെ പോലെ ഇഷ്ടപ്പെടുന്ന കണ്ടിട്ടാ എന്റെ ബ്രോ കല്യാണിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്.
അമ്മയ്ക്ക് ചില ഉറച്ച നിലപാടുകളുണ്ട്, പിടിവാശികളുണ്ട്. അമ്മയോട് പല കാര്യങ്ങളിലും ഞാനും വഴക്കൂടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നന്ദന അവളുടെ സാഹിത്യ ഭാഷയിൽ എന്നോട് പറയാറുണ്ട് എപ്പോഴും, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയായ എന്റെ അമ്മ ഒരു ചന്ദനമരാണെന്ന്. കാതലെടുത്ത് അരച്ച് നെറ്റി തൊട്ടാലേ അതിന്റെ വിശുദ്ധിയുടെ തണുപ്പറിയൂ, തൈലമാക്കി മാറ്റിയാലേ അതിന്റെ സുഗന്ധം അറിയൂന്ന്. ഒരു ചന്ദനമരം പോലെയാണ് എന്റെ അമ്മ എന്ന് നന്ദന വിശദീകരിച്ചു. എന്നിട്ടും ആവോളം സ്നേഹം തന്ന അമ്മയെ കല്യാണിക്ക് മനസ്സിലായില്ലല്ലോ. അനികുഞ്ഞെ, എന്നെ ഇങ്ങനെ മുൾമുനയിൽ നിർത്താതെ ഞാൻ ചെയ്ത് തെറ്റെന്താണെന്ന് പറ. അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 10 മാസം അമ്മ ബ്രോയെ ഒളിപ്പിച്ചിട്ടുണ്ട് ഗർഭപാത്രത്തിൽ. അങ്ങനെയുള്ള എന്റെ അമ്മയുടെ പേരിൽ കല്യാണി ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതും എന്തിനും ഏതിനും കൂടെയുള്ള എന്നെയും നന്ദനെയും ഒളിപ്പിച്ചു വെച്ചിട്ട്. ഞാനോ? എന്തൊക്കെയാ കുഞ്ഞി പറയണേ? എന്റെ അഖില മാഡത്തിനെതിരെ ഇങ്ങനൊന്നും പറയരുത് കുഞ്ഞെ. കല്യാണി, എന്റെ ബ്രോയുടെ തിരോധാനത്തിന് പിന്നിൽ അമ്മയുണ്ടോന്ന് ഞാനും സംശയിക്കുന്നുണ്ട്. എന്തിന്? എന്റെ അച്ഛന് പോലും സംശയമുണ്ട്. എന്തുകൊണ്ട് ഞങ്ങളൊരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തില്ല? അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായ അത് ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഞങ്ങൾ മുൻകൂട്ടി കണ്ടു. ബ്രാൻഡ് അംബാസിഡർക്കെതിരെയുള്ള സ്റ്റേ ഇല്ലാതാക്കാനേ ഞാനും നന്ദനയും കൂടി കല്യാണിയെ കൊണ്ട് ഒരു പേപ്പറിൽ സൈൻ ചെയ്ത സ്റ്റേ ഇല്ലാതാക്കിയതിനെ ബ്രോയുടെ കയ്യ കരണത്ത് പതിഞ്ഞത് ഓർമ്മയുണ്ടോ കല്യാണിക്ക്? അമ്മയ്ക്കെതിരെ അങ്ങനെ ഒരു നീക്കം രഹസ്യമായി നടത്തിയതിന്റെ ഒരു ശിക്ഷയായിരുന്നു അത്. അമ്മയ്ക്കെതിരെ രഹസ്യമായിട്ടൊരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ മാത്രം കല്യാണി വളർന്നു. ഇന്ന് വരെയുള്ള എന്റെ ധാരണകൾ മുഴുവൻ തെറ്റാ. ഇല്ല കുഞ്ഞ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യയില്ല. എന്നെ തൃച്ചംബരത്തെ മരുമകളായി വലിയ കുഞ്ഞിന്റെ ഭാര്യയായും അംഗീകരിക്കാത്തതില് എനിക്ക് ഒരു വിഷമവും അഖില മേഡത്തിനോട് തോന്നിയിട്ടില്ല. ഇന്ന് വരെ ഞാൻ അഖില മേഡത്തിനെതിരെ ഒന്നും ചിന്തിച്ചിട്ടില്ല. എന്റെ പ്രാർത്ഥനകളിൽ ആദ്യം വരുന്ന പേര് അഖില മേഡത്തിന്റെയാ. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്നേഹത്തിന്റെ കാര്യത്തിലും കോടീശ്വരി എന്റെ അമ്മ. കോടതി ഉത്തരവായിട്ടുള്ള പേപ്പറിൽ കല്യാണി നൽകിയ ഹർജി എങ്ങനെ കള്ളമായിട്ട് വരും? വാദി കല്യാണിയാണ്. കുഞ്ഞെ, ഞാൻ അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല. ഇവിടെ ഓപ്പോളമ്മ ചെയ്തതാ അത്. കല്യാണിയുടെ അറിവോ സമ്മതമോ ഒപ്പോ ഇല്ലാതെ എങ്ങനെ ഒരു റിട്ട് നേടിയെടുക്കാനാവും? കല്യാണി കള്ളം പറയില്ലെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ഇല്ല, എനിക്കറിയില്ല, ഞാനത് ചെയ്തിട്ടില്ല. എനിക്ക് എന്റെ അഖില മേഡത്തിനെ ചതിക്കാൻ പറ്റില്ല. കുഞ്ഞെ, ഞാൻ എന്റെ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന എന്റെ വല്യുഞ്ഞിന്റെ കൂടെ പിറപ്പിനോട് ഞാൻ കള്ളം പറയില്ല. ആരോടും ഈ നിമിഷം വരെ ഞാൻ ഒരു കള്ളം പറഞ്ഞിട്ടില്ല, കാണിച്ചിട്ടുമില്ല. ഞാൻ ഇതൊക്കെ വിശ്വസിക്കുമായിരുന്നു പോലീസ് തൃച്ചംബരത്ത് എത്തുന്നതിന് മുമ്പായിരുന്നെങ്കിൽ. കുഞ്ഞെ, എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടല്ല അത് ചെയ്തത്. നാട്ടിലേതോ വഴി വെട്ടുന്നതിന് എന്റെ വസ്തു വിട്ടുകൊടുക്കുന്നതിന്റെ ഭാഗമായി ഒരു പേപ്പറിൽ ഓപ്പോളമ്മ എന്നെ കൊണ്ട് ഒപ്പിടിച്ചതാ. അത് ഇതിനായിരുന്നു എനിക്കറിയില്ലായിരുന്നു. ദുരഭിമാനത്തിന്റെ പേരിൽ സ്വന്തം മകന്റെ പ്രാണനെടുക്കാൻ തയ്യാറായ ഒരു അമ്മയായി തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിനുത്തരവാദി ഇപ്പോ കല്യാണിയാ. എന്നെ വിശ്വസിക്ക്, എനിക്ക് അഖില മേഡം എന്റെ ഭർത്താവിന്റെ അമ്മയല്ല. ഞാൻ കൈയെടുത്ത് തൊടുന്ന എന്റെ ദേവിയ. ദേവിയോട് ആർക്കെങ്കിലും പാപം ചെയ്യാൻ പറ്റുമോ? എന്നെ ഒന്ന് വിശ്വസിക്കണേ കുഞ്ഞെ. കല്യാണി, ഞാനത് വിശ്വസിച്ചില്ല, അമ്മ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഇതും കൂടി ആയപ്പോ എന്റെ അമ്മ പാതി മരിച്ചു. ഇനി എന്റെ ബ്രോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാ തൃച്ചംബരത്ത് ആരും ഇനി ബാക്കിയുണ്ടാവില്ല.